ഏറ്റവും ഒടുവിൽ ഇന്നലെ ചർച്ചയിൽ ചൂടുപിടിക്കുന്നത് കോൺഗ്രസിന്റെ വീടുകൾ, ഒപ്പം തന്നെ മുണ്ടക്കയിലെ സർക്കാരിന്റെ ടൗൺഷിപ്പ്. ഇതിന്റെ പേരിലാണ് വാക്പോർ ഏറ്റവും സജീവമാകുന്നത്. അതിനിടയിലാണ് അനീഷ് വടക്കൻ കേരളത്തിലെ പ്രചരണത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം, അതിൽ അങ്ങനെ ഉരുണ്ട് കളിച്ച് അല്ലെങ്കിൽ ഒരു കൃത്യമായ നിലപാട് പറയാതെ വേണോ വേണ്ടയോ വേണ്ടണം എന്ന് പറയുന്ന തരത്തിലൊരു മറുപടിയൊക്കെയായി നേതാക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ചൂണ്ടി തന്നെയാണ് ഡീൽ ആരോപണം ഒരു വശത്ത്, നേമത്ത് വികസനത്തിന്റെ പേരിലുള്ള സംവാദത്തിന്റെ പേരിലുള്ള പോലെ അങ്ങനെ സജീവമാകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തെക്കൻ കേരളത്തിലുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രചരണം ഇന്ന് കൊല്ലത്തും. ഗുഡ് മോർണിംഗ്. ഈ തെക്കൻ കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വാർത്താ വിഷയങ്ങളിലേക്ക് നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇനി ബൂത്തിലേക്ക് കേരളം പോകുന്നതിന് വേണ്ടി കേവലം 10 ദിവസം മാത്രമാണുള്ളത്. ഈ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ പ്രചാരണങ്ങൾ, തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണികൾ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളായി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്, ഒന്ന് ഈ പറയുന്നത് പോലെ SDP-യുമായി ബന്ധപ്പെട്ട വോട്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ ഇന്നലെ മുഖ്യമന്ത്രി ആ ചോദ്യങ്ങളോട് ശുഭിതനായി വഴുതി മാറിയെങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ആ വിഷയത്തോട് പ്രതികരിച്ചത് തങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട എന്ന് ജനാധിപത്യ സമ്പ്രദായത്തിൽ പറയാനാകില്ലെന്നാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ഏതെങ്കിലും പ്രവർത്തകർ, SDP പ്രവർത്തകർ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ അവരുടെ വിരൽ ആ ചിഹ്നത്തിൽ നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നത്തിൽ നിന്ന് മാറ്റിവെക്കാനാകില്ല. അപ്പോൾ ഇത്തരം വഴുതി മാറുന്ന, നിലപാട് വ്യക്തമാക്കാത്ത പ്രസ്താവനകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ ആയുധമാക്കി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസിനെതിരെ വയനാട് ദുരന്തത്തിലെ തുക തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി ചിലവഴിച്ചു എന്ന ആരോപണം കൂടി ഈ വേളയിൽ ശക്തമാക്കുന്നുണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം. അതോടൊപ്പം തന്നെ ഈ വിദേശ ഫണ്ട് നിയന്ത്രണ നിയമത്തിലെ ഭേദഗതികൾ കൂടി യഥാർത്ഥത്തിൽ ഈ തെക്കൻ കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. പാലടക്കമുള്ള പ്രധാന സീറ്റുകൾ പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന BJP-ക്കും ഇതൊരു വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്തെ ദീപാദാസ് മുൻഷി പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രിയും BJP-യും പലതു പറയും, പക്ഷേ കേരളത്തിലൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണങ്ങളും വിമർശനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വേളയിൽ ഇന്ന് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നും അതിനൊരു തുടർച്ച കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാഹുൽ ഗാന്ധി രാവിലെ അടൂരിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിൻ്റെ തുടർച്ചയും, അതോടൊപ്പം തന്നെ ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPM-ഉം ചേർത്ത് വെച്ചുള്ള ഡീൽ ആരോപണങ്ങൾ, ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്, ഇവർ അഴിമതിക്കാരാണ്, ഇവർ അതോടൊപ്പം തന്നെ തീവ്രവാദികളാണ് എന്നൊക്കെ ഉന്നയിച്ച ശക്തമായ ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കൂടി ഇന്ന് തെക്കൻ കേരളത്തിൽ അടൂരിൽ പത്തനംതിട്ടയിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.